ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബികോം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് QT എന്ന് പറയുന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ് തയ്യാറാക്കുന്നത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ്. QTയുടെ സിലബസിൽ 5 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് QTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. ഇത് കംപ്ലീറ്റ് തിയറി ബേസ്ഡ് മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ വരുന്ന തിയറീസ് കൃത്യമായിട്ട് ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയും. അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആൻസർ, വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ കോറിലേഷനാണ്. അപ്പോൾ കോറിലേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഈ ഒരു ചാനലിലൂടെ FIUGPയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ഞാൻ കമൻറ്റായിട്ട് നൽകുന്നുണ്ട്. അത്തരം ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യാം. ദെൻ റിഗ്രഷൻ അനാലിസിസ്, ഇവിടെ പ്രോബ്ലം അറിഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല, തിയറി കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് വരുന്ന ഭാഗമാണ് സെറ്റ് തിയറി. സെറ്റ് തിയറി എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് വരുന്നത് പ്രോബബിലിറ്റീസാണ്. അതിൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെയും ലിങ്ക് നൽകാം. പിന്നീട് വരുന്നത് ഫോർത്ത് മൊഡ്യൂള് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റിയാണ്. അവിടെ 3 ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ പറയും. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള LPയുടെ ക്ലാസ്സും ഞാൻ കമൻറ്റ് നൽകുന്നുണ്ട്. ആ ക്ലാസ് എടുത്തിട്ടുള്ളത് ഡിസിഷൻ സയൻസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്ന കുറച്ച് തിയറീസും ഞാൻ കമൻറ്റിൽ നൽകിയിട്ടുള്ള ക്ലാസ്സിലെ പ്രോബ്ലംസും വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ വളരെ എളുപ്പത്തിൽ ജയിക്കാനും കഴിയും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. അപ്പോൾ ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്, QTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. ഇതൊരു കംപ്ലീറ്റ് തിയറി ബേസ്ഡ് മൊഡ്യൂളാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് QT, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെൻറ്റ് ടൂളാണ്. ആ മെഷർമെൻറ്റ് ടൂൾ ഒരുപാട് ടെക്നിക്സ് ഉപയോഗിക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് പറഞ്ഞാൽ ഒറ്റ ടെക്നിക്കല്ല, അതുണ്ട് ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ഏതൊക്കെ ടെക്നിക്ക് വരും? മാത്തമാറ്റിക്കൽ ടെക്നിക്ക് വരും, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് വരും, പ്രോഗ്രാമിംഗ് ടെക്നിക്ക് വരും. അപ്പോൾ മാത്തമാറ്റിക്കൽ ടെക്നിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കും പ്രോഗ്രാമിംഗ് ടെക്നിക്കും അടങ്ങിയ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് പഠന പേരാണ് QT. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നീട് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് QT. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് QT എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻസറാണ് എഴുതേണ്ടത്. 3 ടെക്നിക്കാണ് വരുന്നത്. ഇതിലെ ഓരോ ടെക്നിക്കിൻ്റെയും പേര് പഠിച്ചാൽ മതി, ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്രഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ ഏതൊക്കെ വരുന്നുണ്ട്? പെർമുട്ടേഷൻ വരുന്നുണ്ട്, കോമ്പിനേഷൻ വരുന്നുണ്ട്, സെറ്റ് തിയറി വരുന്നുണ്ട്, മെട്രിക്സ് അൽജിബ്ര വരുന്നുണ്ട്, ഡിറ്റർമിനൻസ് വരുന്നുണ്ട്, ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പേര് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിലോ കളക്ഷൻ ഓഫ് ഡാറ്റ, ഡാറ്റ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, ആ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നു, ടാബിൾ ചെയ്യുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, നമ്മൾ മീൻ ആവറേജ് കാണാൻ പഠിച്ചിട്ടുണ്ട്. മീനി മീഡിയൻ മോഡൊക്കെ സെൻട്രൽ ടെൻഡൻസിൻ്റെ ഭാഗമാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ, വേരിയബിലിറ്റി, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ ഡീവിയേഷനൊക്കെ എന്താണ്? വേരിയബിലിറ്റിയാണ്. പിന്നീട് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആൻസർ ഡീറ്റെയിൽഡ് നമുക്ക് പഠിക്കാണ്ട്. ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ്, SQC, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, പ്രോബബിലിറ്റി തിയറി. ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വരുന്നത്. ഓരോന്നിൻ്റെയും പേരുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിലെ പല ടെക്നിക്സും നമുക്ക് ഈ ഒരു പേപ്പർ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നീട് വരുന്ന ടെക്നിക്കാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്ക്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ് LP, ലീനിയർ പ്രോഗ്രാമിംഗ്. നമുക്ക് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാണ്ട് ക്യൂയിങ് തിയറി, ഇൻവെൻറ്ററി തിയറി, തിയറി ഓഫ് ഗെയിം, ഡിസിഷൻ തിയറി, സിമുലേഷന്, റീപ്ലേസ്മെൻറ്റ് തിയറി. അപ്പോൾ 3 ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്: മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ ക്ലാസിഫിക്കേഷനിലും വരുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് QTയുടെ ഫങ്ഷൻസ്.
യൂസസ് ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്പോൾ ഇവിടെ ആകെ കുറഞ്ഞ ടോപ്പിക്ക് വരുന്നുള്ളൂ. ഒരു ടോപ്പിക്ക് ടെക്നിക്സ്, ഒരു ടോപ്പിക്ക് ഫങ്ഷൻസ്, യൂസസ്, ലിമിറ്റേഷൻ. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുണ്ടായിരിക്കും. ഏകദേശം ഒരു 10 മാർക്കിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം, ചിലപ്പോൾ എസ് ആയിട്ട് തന്നെ ടെക്നിക്സ് വരാം. അപ്പോൾ ഈ ഒരു ഏരിയ ഓരോ ടോപ്പിക്കും പഠിക്കുക. ഇതിൽ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്ത്. അപ്പോൾ തിയറി ഭാഗമാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഇതിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ദെൻ മൊഡ്യൂൾ 2 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. ഇവിടെ എന്താണ് കോറിലേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് 2 മാർക്കിന് വരാൻ സാധ്യതകളാണ്. ദെൻ തിയറി 5 മാർക്കിനോ അല്ലെങ്കിൽ എസ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോറിലേഷൻ്റെ മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ടൈപ്സ് ഓഫ് കോറിലേഷൻ, അല്ല അതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഒന്നെന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. 2 വേരിയബിൾ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ 2 വേരിയബിൾ ഉണ്ട്, എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾ ഉണ്ട്. ആ 2 വേരിയബിളും സെയിം ഡയറക്ഷൻ, ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്നും ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാണിത് പോസിറ്റീവ് കോറിലേഷൻ. ദെൻ നെഗറ്റീവ് കോറിലേഷൻ പറഞ്ഞാൽ അല്ലേ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കോറിലേഷൻ എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് എന്താണ് മൂവ് ദി സെയിം ഡയറക്ഷൻ, നെഗറ്റീവോ മൂവ് ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെൻ സെക്കൻഡ് ആണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. കോറിലേഷൻ ലീനിയർ ആവാം, നോൺ ലീനിയർ ആവാം. തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് കോറിലേഷൻ സിമ്പിൾ ആവാം, പാർഷ്യൽ ആവാം, മൾട്ടിപ്പിൾ ആവാം. അപ്പോൾ ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ. അതിൽ പ്രധാനമായിട്ടും 2 മെത്തേഡാണ്. ഒരു മെത്തേഡ് ഗ്രാഫിക് മെത്തേഡ്, മറ്റൊരു മെത്തേഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ്. ഗ്രാഫിക് മെത്തേഡിൽ 2 മെത്തേഡാണ് വരുന്നത്. ഒന്ന് കോറിലേഷൻ ഗ്രാഫും മറ്റൊന്ന് സ്കാറ്റർ ഡയഗ്രാം. ഇവിടെ സ്കാറ്റർ ഡയഗ്രാം എന്താണ് അല്ലേ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോറിലേഷൻ ആണ്. അവിടെ ഓരോന്നിൻ്റെയും സ്കാറ്റർ ഡയഗ്രാം, അതായത് പോസിറ്റീവ് കോറിലേഷൻ്റെ സ്കാറ്റർ ഡയഗ്രാം വരക്ക് അറിഞ്ഞിരിക്കണം, നെഗറ്റീവ് കോറിലേഷൻ്റെ സ്കാറ്റർ ഡയഗ്രാം അറിഞ്ഞിരിക്കണം, സീറോ കോറിലേഷൻ്റെ ഒക്കെ സ്കാറ്റർ ഡയഗ്രാം വരക്ക് അറിഞ്ഞിരിക്കണം. വളരെ എളുപ്പമുള്ള ഭാഗമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ക്ലാസ്സുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യാം. പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ, ഈ ഒരു പേപ്പറിൽ നിർബന്ധമായിട്ടും പ്രോബ്ലം പഠിച്ചിരിക്കേണ്ട ഏരിയയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ്. അതിൽ ക്യൂട്ടിയുടെ പേപ്പറിൽ, പരീക്ഷ പേപ്പറിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കാൾ പിയേഴ്സൺ ആണ് നമ്മൾ സോൾവ് ചെയ്യുക. ഇനി കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പറഞ്ഞു കഴിഞ്ഞാലും അതിനെ സോൾവ് ചെയ്യുക. കൃത്യമായിട്ട് പഠിക്കുക, വളരെ എളുപ്പമാണ്. അതിൻ്റെ ക്ലാസ്സുകൾ, ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഉണ്ട്, കമൻറ്റ് ബോക്സിൽ ഞാൻ നൽകുക. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും കൂടുതൽ തവണ എസ് വരാനുള്ളത്. ഈ പോർഷനുമായി സാധ്യത ചിലപ്പോൾ കാൾ പിയേഴ്സൺ ചോദിക്കും, അല്ലെങ്കിൽ സ്പിയർമാൻ. ഇവിടെ പല വിദ്യാർത്ഥികളും റാങ്ക് കോറിലേഷൻ ചോദിച്ചു കഴിഞ്ഞാലും കാൾ പിയേഴ്സൺ ചെയ്യുന്നൊരു പ്രവണത കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 മാർക്കാണ് അവിടെ കിട്ടുക. ആ കാര്യം മനസ്സിലാക്കുക. റാങ്ക് കോറിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് കോറിലേഷൻ തന്നെ ചെയ്യണം. അപ്പോൾ റാങ്ക് കോറിലേഷൻ, റാങ്ക് തന്നിട്ടുള്ള ചോദ്യങ്ങൾ, റാങ്ക് ഇടുന്ന ചോദ്യങ്ങൾ, റിപ്പീറ്റഡ് റാങ്ക് വരുന്ന ചോദ്യങ്ങൾ, അങ്ങനെ 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ കൺകറൻറ്റ് ഡീവിയേഷൻ വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ക്യൂട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺകറൻറ്റ് ഡീവിയേഷൻ്റെ ചോദ്യങ്ങൾ 5 മാർക്കിന് വരുന്നുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്കും കമൻറ്റിൽ നൽകാം. ദെൻ കോറിലേഷൻ കാണുമ്പോൾ, കാൾ പിയേഴ്സനെ കാണുമ്പോൾ പ്രോബബിൾ എററിൻ്റെ ചോദ്യം വരാറുണ്ട്. പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി മെഷർ ചെയ്യാനാണ്. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. എന്താ ഇക്വേഷന്? 0.6745 ഇൻറ്റു 1 - r² ഡിവൈഡ് ബൈ √n ആണ് പ്രോബബിൾ എററിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത ഏരിയ റിഗ്രഷൻ അനാലിസിസ് ആണ്. അപ്പോൾ റിഗ്രഷനിൽ മീനിങ്ങും ഡെഫിനിഷനും കൃത്യമായിട്ട് പഠിക്കുക. കോറിലേഷൻ റിഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസും കൃത്യമായിട്ട് പഠിക്കുക. ഈ ഡിഫറൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ കോറിലേഷൻ
റിഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ്ങെങ്കിലും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാം. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ആണ്. റിഗ്രഷനോ പ്രഡിക്റ്റിംഗ് അൺനോൺ വാല്യബിൾസ് ഫ്രം നോൺ വാല്യൂ. അതായത് അൺനോൺ വാല്യൂവിൽ നിന്ന് നമ്മൾ നോൺ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യുക. അതാണ് പ്രഡിക്റ്റിംഗ് അൺനോൺ വാല്യൂ ഫ്രം നോൺ വാല്യൂ. ദാറ്റ് ഈസ് കാൾഡ് റിഗ്രഷൻ. അപ്പോൾ കോറിലേഷൻ റിഗ്രഷനും കൃത്യമായിട്ട് ആ മീനിങ് പഠിക്കുക. ഇനി റിഗ്രഷൻ ലൈൻ എന്താണ് മനസ്സിലാക്കുക. റിഗ്രഷൻ ഇക്വേഷന് എക്സ് ഓൺ വൈൻ്റെയും വൈ ഓൺ എക്സിൻ്റെയും റിഗ്രഷൻ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചെറിയ ചോദ്യം പഠിച്ചാൽ മതി. നിങ്ങൾ സപ്ലിമെൻ്ററി എക്സാം ചെയ്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ചെയ്യാനുള്ള ചെറിയ ചോദ്യം, റിഗ്രഷൻ്റെ പ്രൊഡിക്ഷനിലേക്കൊന്നും നിങ്ങൾ കടക്കാക്കാൻ നല്ലത് എന്ത് ചെയ്യുക, ഇക്വേഷൻ ബേസ്ഡ് സിമ്പിൾ ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. എസ് ഇവിടുന്ന് വരാൻ സാധ്യത കുറവാണ്. ഇനി എസ് വന്നാൽ തന്നെ അവിടെ എന്തുണ്ടായിരിക്കും, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലോട്ട് പോകുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ കോറിലേഷൻ നല്ലതിലേക്ക് പഠിക്കുക. റിഗ്രഷൻ്റെ അല്ലേ എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റാണ് സെറ്റ് തിയറി. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ എന്താണ് സെറ്റ് തിയറി, എന്താണ് വെൻ ഡയഗ്രാം, മീനിങ്ങും സെറ്റിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളുടെ 2 മാർക്കിന് വരാറുണ്ട്. ഈ 2 മാർക്കിന് ചെറിയ ചോദ്യങ്ങൾ വരുമ്പോഴാണ് QT ടഫാണെന്ന് പറയാറുള്ളത്. അപ്പോൾ 2 മാർക്കിന് ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ സെറ്റ് തിയറിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ സെറ്റ് തിയറിയുടെ ചെറിയ പ്രോബ്ലം വളരെ എളുപ്പമാണ്. സെറ്റ് ആൻഡ് പെർമുട്ടേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ പ്രോബ്ലം 1-2 ചോദ്യങ്ങളുണ്ട്, അത് ഒന്ന് മനസ്സിലാക്കിക്കാം. ദെൻ വെൻ ഡയഗ്രാം വരക്കാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോന്നിൻ്റെയും വെൻ ഡയഗ്രാം വരക്കാൻ പഠിച്ചേക്കുക. ഒരു 4 വെൻ ഡയഗ്രാം ഉള്ളൂ അല്ലേ. ആ 4 വെൻ ഡയഗ്രാംസ് വരക്കാൻ പഠിച്ചേക്കാം. പിന്നീട് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയ പ്രോബിലിറ്റി. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാൻസ് ഓഫ് ഒക്യറിങ് ഓർ നോൺ ഒക്യറിങ് ഓഫ് ആൻ ഇവൻറ്റ് ഓർ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റ് നടക്കാനുള്ളതും നടക്കാതിരിക്കാനുള്ളതുമായ സാധ്യതക്കാന്ന് പറയുന്നത് പ്രോബിലിറ്റി. പ്രോബിലിറ്റിൻ്റെ മലയാളം മീനിങ് എന്താണ്? സാധ്യത എന്നാണ്. പ്രോബിലിറ്റി ഈസ് ദി ചാൻസ് ഓഫ് ഒക്യറിങ് ആൻഡ് നോൺ ഒക്യറിങ് ഓഫ് ആൻ ഇവൻറ്റ്. ആ ഒരു മീനിങ് എങ്കിലും കൃത്യമായിട്ട് പഠിച്ചേക്കുക. അതിൻ്റെ ഡെഫിനേഷനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിൻ്റെ ക്ലാസ് ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ കമൻ്റായി നൽകുക. ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട തിയറീസാണ്. 2 മാർക്കിന് വരുന്ന തിയറീസാണ്. എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് സാമ്പിൾ പോയിൻ്റ്, എന്താണ് ഇവൻറ്റ്. ആ ഇവൻറ്റ് തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുണ്ട്, മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവൻറ്റുണ്ട്. പിന്നെ പ്രോബബിലിറ്റിക്ക് 3 ഡെഫിനിഷനാണ്. ഒന്ന് ക്ലാസിക്കൽ ഡെഫിനിഷൻ, മറ്റൊന്ന് എംപിരിക്കൽ ഡെഫിനിഷൻ, 3 ആക്സിയോമെട്രിക് ഡെഫിനിഷൻ. അപ്പോൾ ഈ 3 ഡെഫിനിഷൻ എന്താണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന് ക്ലാസിക്കൽ ഡെഫിനിഷൻ. നമ്മൾ സാധാരണ ക്ലാസിക്കൽ ഡെഫിനിഷനിലാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുള്ളത് അല്ലേ. ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ എന്നുള്ള ഭാഗം, അതാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ. എംപിരിക്കൽ ഡെഫിനിഷനും ആക്സിയോമെട്രിക് ഡെഫിനിഷനും ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നീട് ഇവിടെ വരുന്ന ഒരു ഭാഗമാണ് ബേസ് തിയറം. ബേസ് തിയറം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. എന്താണ് ബേസ് തിയറം, അതുമായി ബന്ധപ്പെട്ട തിയറി മാത്രം മനസ്സിലാക്കുക, പ്രോബബിലിറ്റിയിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിർബന്ധമായിട്ടും പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് നൽകാം. 4th മൊഡ്യൂള് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ 3 ഡിസ്ട്രിബ്യൂഷനാണുള്ളത്. ആ ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാവും. 1ാമത്തെ ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, 2 പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, 3 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ n നമുക്ക് കൗണ്ടബിൾ ആകുമ്പോൾ ഉപയോഗിക്കുന്ന ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ എന്താണ്? ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? n കൗണ്ടബിൾ ആകുമ്പോൾ. n നമുക്ക് പറയാൻ പറ്റും.
ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യാണ്, 10 വട്ടം കോയിൻ ടോസ് ചെയ്യാണ് അല്ലേ. 10 എന്നുള്ളത് എന്താണ്, അവിടെ ട്രയലാണ്, ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അതവിടെ എന്ത് ചെയ്യുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷന്, ദെൻ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് ഇക്വേഷന്? NC(x) P(x) Q(n-x). പിന്നെ ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇതിലെ 3 ഡിസ്ട്രിബ്യൂഷനും പ്രോപ്പർട്ടി നിർബന്ധമായിട്ട് പഠിച്ചോളി. അവിടുന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ആ കാര്യം മറക്കണ്ട. നിങ്ങൾ പരീക്ഷ ജയിക്കണമെങ്കിൽ ഈ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലോ. ബൈനോമിയലിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ത് തന്നെയാണ്? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ ഫിറ്റിങ്, ബൈനോമിയലിൻ്റെ ഫിറ്റിങ്ങിൻ്റെ പ്രോബ്ലംസും, നോർമൽ രീതിയിലുള്ള പ്രോബ്ലംസും ഫിറ്റിങ്ങിലെ പ്രോബ്ലംസും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്? അതിൻ്റെ പ്രോപ്പർട്ടീസ്. അൺകൗണ്ടബിൾ ആകുമ്പോൾ ഉപയോഗിക്കുന്ന ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയിസൺ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ക്രീറ്റ് ആണ്, പോയിസൺ ഡിസ്ക്രീറ്റ് ആണ്. പോയിസൺ എപ്പോഴും ഉപയോഗിക്കുക? അൺകൗണ്ടബിൾ ആകുമ്പോൾ. പൊതുവെ ആക്സിഡൻറ്റ് അല്ലെ, ഒരു ബിസി റോഡിൽ എത്ര ആക്സിഡൻറ്റ് നടത്തി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പനി 100 ബൾബ് ഉണ്ടാക്കണം, അതിൽ എത്ര ബൾബ് ഡിഫക്റ്റീവ് ആകും, കേടി വരും, നമുക്ക് എന്താ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം ഏരിയയിലാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക. അതറിഞ്ഞാലേ അവിടെ പ്രോബ്ലത്തിൽ ഇത് ബൈനോമിയലാണോ പോയിസൺ ആണെന്ന് അറിയാൻ കഴിയുള്ളൂ. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ ഫിറ്റിങ്ങും കൂടിയും പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കാം. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഇവിടെ ഏറ്റവും മെയിൻ ഭാഗമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. വരാനൊക്കെ സാധ്യതയുണ്ട് പ്രോപ്പർട്ടീസ്. അപ്പോൾ നോർമൽ കർവിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ. നോർമൽ കർവ് എന്താണ്? ഒരു മെസ്സോ കർട്ടിക് കർവാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡും എന്തില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. 2 സൈഡിലും എന്താണ്, 0.5 ആണ്. അങ്ങനെ ഒരു 10ഓളം പോയിൻറ്റുകൾ കൃത്യമായിട്ട് പറയുന്നത്. ആ 10ഓളം പോയിൻറ്റുകൾ കൃത്യമായിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലം, ഫിറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, യാതൊരു കുഴപ്പമില്ല. സിമ്പിൾ പ്രോബ്ലം വളരെ റയർ കേസിലെ നോർമലിൻ്റെ ഫിറ്റിംഗ് പോയിട്ടുള്ളൂ. ഒരു സിമ്പിൾ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നിങ്ങൾക്ക് പ്രോബ്ലം അവിടെ അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് അവിടെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റാണ് 5th മൊഡ്യൂൾ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് വരുന്നത് കുറേ ടെക്നിക്സ് ആണ്. ഏതൊക്കെ ടെക്നിക്സാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ആ ടെക്നിക്സിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ എന്താണ് ഡിസിഷൻ മേക്കിംഗ്? ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞാൽ എന്താണ്? സെലക്ടിങ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദി ഫോളോവിങ് ആൾട്ടർനേറ്റീവ്. അതിൻ്റെ സ്റ്റെപ്പും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വലിയൊരു പ്രധാനപ്പെട്ട ഏരിയ വെച്ചാൽ അല്ല, ജസ്റ്റ് ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ചിലപ്പോഴേ ചോദ്യങ്ങൾ വരാറുള്ളൂ. ഡിസിഷൻ ട്രീ എന്തായാലും അറിഞ്ഞിരിക്കണം. നമുക്കുള്ള ഓരോ പോസിബിലിറ്റീസും ഒരു ട്രീയുടെ അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്നതിനാണ് ഡിസിഷൻ ട്രീ. അതിൻ്റെ മീനിങ്, അഡ്വഞ്ചേഴ്സ്, ലിമിറ്റേഷൻ പഠിക്കാം. ദെൻ എന്താണ് മോഡൽ ബിൽഡിങ്ങും അതിൻ്റെ ടൈപ്സും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. മോഡൽ ബിൽഡിങ്ങും ടൈപ്സും ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടത് LP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് ബന്ധപ്പെട്ട മീനിങ് മാത്തമാറ്റിക്കൽ മെത്തേഡിൽ LP സോൾവ് ചെയ്യുന്നതും ഗ്രാഫിക്കൽ മെത്തേഡിൽ LP സോൾവ് ചെയ്യുന്നതും കൃത്യമായിട്ട് പ്രോബ്ലം പഠിച്ചേക്കാം. ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകാം. ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമ്മൾ 5 മൊഡ്യൂളിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം പാസ് മാർക്കാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ കോറിലേഷനിലെ 3 മെത്തേഡിലെയും പ്രോബ്ലം, കാൾ പിയേഴ്സൺ, ദെൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, അതുപോലെ തന്നെ കൺകറന്റ് ഡിവിഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്, കോയിൻ്റെ കേസിലും കാർഡിൻ്റെ കേസിലും. ആ പ്രോബ്ലംസൊക്കെ അതിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് കൃത്യമായിട്ട് പഠിക്കാം. 2ാമത്തെ ഏരിയ. 3ാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസാണ് LP ഗ്രാഫിക്കൽ മെത്തേഡിൽ, അതുപോലെ തന്നെ LP മാത്തമാറ്റിക്കൽ മെത്തേഡ്, മെയിനായിട്ട് മാത്തമാറ്റിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പഠിക്കാം. ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സിമ്പിൾ പ്രോബ്ലംസ് കൂടി പഠിക്കുക. പിന്നീട് തിയറി, മെയിനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് ചാപ്റ്റർ
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേപ്പർ എന്തായാലും ജയിക്കും. ഓക്കെ, താങ്ക് യു.